എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ വീഡിയോയിൽ ചെറിയ കുറച്ച് വിശേഷങ്ങളും പിന്നെ ഒരു പാട്ടുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഫോണിൻ്റെ ബാക്ക് ക്യാമറയാണ് കേട്ടോ ഞാൻ ഓണാക്കി വെച്ചിരിക്കുന്നത്. ഫ്രണ്ട് ക്യാമറ ക്ലിയർ ഇല്ല, അത് കാരണം ഞാൻ ബാക്കാക്കി വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഇങ്ങോട്ട് തിരിക്കുകയാണ്. ഹായ്, അപ്പോൾ എല്ലാവരും കാപ്പിയൊക്കെ കുടിച്ചു എന്ന് വിചാരിക്കുന്നു. ഉച്ച കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഞാൻ റീൽസ് എടുക്കാൻ വേണ്ടിയിട്ട് മേക്കപ്പൊക്കെ ചെയ്തതാണ്. അപ്പോൾ വീട്ടിൽ പോയിട്ട് തിരിച്ച് വന്നപ്പോൾ തയ്യൽ മെഷീൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് തയ്യലിനെ കുറിച്ച് അത്ര വലിയ പിടുത്തമൊന്നുമില്ല, ഒന്നും അറിയില്ല. നിക്കർ തയ്ക്കാൻ അവിടം വരെ ഞാൻ പോയിട്ടുണ്ടായിരുന്നുള്ളൂ. നമ്മുടെ ഇവിടെ അടുത്തൊരു കടയിൽ, തയ്ക്കൽ കടയിൽ, തുണിക്കടയിൽ. അപ്പോൾ ഞാൻ ചവിട്ടിയിട്ടുള്ള ഒരു മെഷീൻ തന്നെയാണ് കേട്ടോ. പഠിക്കാൻ പോകുന്ന കാലത്തും കല്യാണത്തിൻ്റെ മുമ്പൊക്കെ ഞാൻ ഒത്തിരി വർക്കിന് പോയിട്ടുണ്ടെങ്കിലും കൂടി തയ്യൽ പഠിക്കണം എന്നൊരു ആഗ്രഹം എനിക്ക് തോന്നിയിട്ടില്ല. എനിക്ക് ഇഷ്ടമല്ലാത്തൊരു കാര്യമായിരുന്നു അത്. ഇങ്ങനെ ഇരുന്ന് തയ്ക്കുമ്പോഴൊക്കെ നടുവേദനിക്കും, അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ ഓരോരുത്തർ പറയുന്നത് കേട്ടിട്ട് എനിക്കതിനോട് താല്പര്യമില്ലാതെയൊക്കെ വന്നാണ് കേട്ടോ. അന്നൊരു കൈത്തൊഴിൽ പഠിക്കണം എന്ന് ആഗ്രഹമുണ്ടെങ്കിലും ഞാൻ ഈ ഒരു കാര്യത്തെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോഴാണ് എനിക്ക് ഈ ആഗ്രഹം കൂടുതലായിട്ട് വന്നത്. അപ്പം തയ്യൽ പഠിക്കാൻ പോകണം എന്ന് വലിയ ആഗ്രഹമായിരുന്നു. ഇപ്പോൾ തയ്യൽ പഠിക്കാൻ നമ്മൾ ഒരെവിടെ പോയി കഴിഞ്ഞാലും നമ്മുടെ വീട്ടിലൊരു മെഷീന് ആവശ്യമാണ്, എന്നാലും നമുക്ക് കുറച്ചുകൂടി പെട്ടെന്ന് പഠിക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പം ഞാൻ നേരത്തെ വീട്ടിൽ പോയിട്ട് തിരിച്ച് വന്നപ്പോൾ തയ്യൽ മെഷീനൊക്കെ വാങ്ങിച്ചു. ഒരു ഭാഗത്ത് സന്തോഷം ഉണ്ടാകുമ്പോൾ തയ്യൽ മെഷീൻ വാങ്ങിക്കാൻ സാധിക്കുകയില്ല എന്ന് കരുതിയിരുന്നതാണ്. എന്നാലും എനിക്കത് എളുപ്പത്തിൽ തന്നെ എൻ്റെ അച്ഛൻ ഹെൽപ്പ് ചെയ്ത് എനിക്കത് വാങ്ങിക്കാനായിട്ട് സാധിച്ചു. അതൊരു വലിയ സന്തോഷമായിരിക്കുമ്പോൾ മറ്റൊരു സങ്കടമായിട്ട് വന്നിരിക്കുന്നത് നമ്മുടെ അനിയണ്ണൻ്റെ കാലിൽ പരിക്ക് പറ്റിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെയാണ് കഴിഞ്ഞ ദിവസം വർക്കിനായിട്ട് പോയിട്ട് കാറ്റത്ത് ഷീറ്റ് കാലിൽ വീണു എന്നാണ് പറഞ്ഞത്. കാലിൻ്റെ കുതിങ്കാല് ഇവിടെ കട്ട് ചെയ്തിരിക്കുകയാണ്, കട്ടായി പോയിരിക്കുകയാണ്. അപ്പോൾ ഹോസ്പിറ്റലിൽ പോകണം എന്നൊക്കെ കരുതിയിരിക്കുകയാണ്. പക്ഷെ ആൾക്ക് ഹോസ്പിറ്റലിൽ പോകാൻ സത്യം പറഞ്ഞാൽ പേടിയാണ്, പോകാൻ മടിയാണ്. എന്ത് മുറിവ് വന്നു കഴിഞ്ഞാൽ ആ വേദനയെ സഹിച്ച് ഇടയ്ക്കിടയ്ക്ക് വെൽഡിങ്ങിനാണ് പോകുന്നത്, വർക്കിനാണ് പോകുന്നത്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് കണ്ണിന് വേദന, അതുപോലെ കയ്യിലൊക്കെ ചെറിയ മുറിവുകളൊക്കെ പറ്റാറുണ്ട്. ഇതൊക്കെ ഇങ്ങനെ ആ വേദനയൊക്കെ സഹിച്ച് റെസ്റ്റ് ചെയ്യുന്നല്ലാണ്ട് ഹോസ്പിറ്റലിൽ പോകുകയില്ല. അപ്പം കണ്ണിൽ തട്ടണത് പുരുകത്തിൽ തട്ടിയെന്ന് പോലെയാണ്. ഇടയ്ക്കിടയ്ക്ക് അനിയണ്ണന് ചെറിയ ചെറിയ അപകടങ്ങളൊക്കെ പറ്റുന്നുണ്ട്. ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ടാണ് രക്ഷപ്പെട്ടു പോകുന്നത്. സത്യം പറയാലോ, പേടിയാണ് എനിക്ക്. ഓരോ തവണ പോയിട്ട് വരുമ്പോഴും അവിടെ ഒരു തവണ അമ്മ ഹോസ്പിറ്റലിൽ കിടക്കുന്ന സമയത്ത് ഷോക്ക് അടിച്ചിട്ട് പൊക്കത്തിൽ നിന്ന് താഴത്തേക്ക് വീണു. എന്നിട്ട് നമ്മുടെ ഈ നടുഭാഗത്ത് വലിയൊരു മുഴയൊക്കെ ഉണ്ടായിരുന്നു. ഹോസ്പിറ്റലിൽ പോകാൻ വേണ്ടിയിട്ട് കേട്ടില്ല, ആ വേദനയെ സഹിച്ച് റെസ്റ്റ് ചെയ്തിരിക്കുകയായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ഇടയ്ക്ക് ഇങ്ങനെ ഇതുപോലുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാകും. കഴിഞ്ഞൊരു തവണ അതുപോലെ ഉരുണ്ട് പൊക്കത്തിൽ നിന്ന് താഴെ വീണു. തലനാരി ഇഴിക്കാണ് ഇങ്ങനെ രക്ഷപ്പെട്ടു പോകുന്നത്. ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ടാണ്, ദൈവം കൂടെ ഉള്ളത് കൊണ്ടാണ് നമ്മൾ അങ്ങനെ രക്ഷപ്പെട്ടു പോകുന്നതെന്നാണ് എൻ്റെ വിശ്വാസം. ദൈവമേ, നമുക്ക് എന്താ പറയുക. അപ്പോൾ അതുപോലെ ഇപ്പോഴും ഒരു സങ്കടമായിട്ടുള്ളൊരവസ്ഥ വന്നിരിക്കുകയാണ്. അനിയണ്ണന് വർക്കിനൊന്നും പോകാൻ പറ്റാതെയൊക്കെ. ആൾ വർക്കിന് പോയാൽ മാത്രമേ നമ്മുടെ വീട്ടിൽ ഒരുപാട് കാര്യങ്ങളൊക്കെ നടക്കുകയുള്ളൂ. അനിയണ്ണൻ മാത്രമാണ് വർക്കിനായിട്ട് പോകുന്നത്. ഞാൻ അങ്ങനെ വർക്കിന് വേറെ 200 രൂപയ്ക്ക് പോയിട്ട് നമ്മുടെ വീട്ടിലെ കാര്യങ്ങൾ നടത്താനൊന്നും പറ്റില്ല. പിന്നെ അച്ഛനാണുള്ളത്, അച്ഛൻ തൊഴിലുറപ്പിനൊക്കെയാണ് പോകുന്നത്. അച്ഛന് ഷുഗറും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ കുറേ ആവശ്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം അങ്ങനെ ഇരിക്കുകയാണ്. അപ്പം ഇതൊരു സങ്കടമായിട്ട് ഇരിക്കുകയാണ്. പെട്ടെന്ന് തന്നെ കാലിൽ ഇതൊക്കെ മാറാൻ വേണ്ടി ഞാൻ ദൈവത്തോട് നന്നായി പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ റീൽസ് എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരുങ്ങിയതാണ് കേട്ടോ. അപ്പോൾ ഇതൊരു പാട്ട്, എനിക്ക് ഇഷ്ടപ്പെട്ടൊരു പാട്ട് കൂടിയുണ്ട്. അത് ഞാൻ നിങ്ങൾക്ക് മുമ്പിലായിട്ട് പാടിക്കളിപ്പിച്ച് തരാമെന്ന് പറയുന്നത് ഈ കടലാസിൽ എഴുതി വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൊരു പാട്ടും വിശേഷമാണ്. ഇതാണ് എൻ്റെ വിശേഷം എന്ന് പറയാനുള്ളത്. ആദ്യക്കുട്ടന് ഇന്ന് അംഗൻവാടിയിലേക്ക് പോയില്ല. ഇന്ന് ശനിയാഴ്ച അംഗൻവാടി ഉണ്ട്, പക്ഷെ പോയില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അവന് പനിയും ചുമയൊക്കെയാണ്. അത് കാരണം പോകാനായിട്ട് പറ്റില്ല. മരുന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നല്ല ഉറക്കമാണ് കേട്ടോ. രാത്രി പനി കുറവാണെങ്കിലും കൂടി ചുമ മാറണില്ല. ചുമ മാറിയതായിരുന്നു, ഇപ്പോൾ വീണ്ടും വന്നിട്ടുണ്ട്. അവൻ ഈ മണ്ണിൽ കളിയാണ്.
ഇപ്പോൾ കാറ്റൊക്കെ ഉള്ളതാണ്. അപ്പോൾ അതിൻ്റെ പൊടി അടിച്ചിട്ടാണ്. അവൻ പറഞ്ഞാൽ കേൾക്കില്ല, മണ്ണിൽ തന്നെ ആയിരിക്കും കളി. അപ്പോൾ മിക്ക ആളുകൾക്കും വലിയവർക്കാണെങ്കിലും ചെറിയവർക്കാണെങ്കിലും മഞ്ഞൊക്കെ ആയതുകൊണ്ട്, മഞ്ഞും കാറ്റും ഒക്കെ ഉള്ളതുകൊണ്ട്, വെയിലൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ പനിയും ചുമയും ശ്വാസം മുട്ടൽ പറഞ്ഞ പോലെ എല്ലാ അസുഖങ്ങളും വരും. ഇപ്പം എനിക്കും ചുമയുണ്ട് കേട്ടോ. അത് പൊടി അടിച്ചിട്ടാണ് എനിക്ക് ചുമ. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ വിശേഷങ്ങൾ. പിന്നെന്താ, അപ്പം ഞാൻ പാട്ട് പാടാനായിട്ട് പോകണം. കൂടുതൽ ലോങ് ആക്കണില്ല. അപ്പം ഞാൻ പാട്ട് പാടുകയാണ് കേട്ടോ. 1000 കണ്ണുള്ള മാലാഖ, അതാണ് കേട്ടോ ഞാൻ പാടിത്തരുന്ന പാട്ട്. കവിതയാണോ ആൽബമാണോ എന്താണെന്ന് എനിക്കറിഞ്ഞൂടാ. എനിക്ക് ഇഷ്ടപ്പെട്ടൊരു പാട്ടാണിത്. 1000 കണ്ണുള്ള മാലാഖ വാനിലായി ഈ രാവിലാകെ തിളങ്ങി നിൽക്കേ. 1000 കണ്ണുള്ള മാലാഖ വാനിലായി ഈ രാവിലാകെ തിളങ്ങി നിൽക്കേ. പോരുവാനാശയുണ്ടേറെ കിളിക്കൂട് മെയ്യുവാൻ നിൻ്റെ ആ നെഞ്ചകത്തിൽ. 1000 കണ്ണുള്ള മാലാഖ വാനിലായി ഈ രാവിലാകെ തിളങ്ങി നിൽക്കേ. കിളികളാം കുരുവികൾ കുറുകുന്ന കാട്ടിലെ വിജനമാം പാതയിൽ നാം 2 പേർ. പകലേതുമറിയാതെ ഇരവേതുമറിയാതെ വിരിയാത്ത പൂവിനെ കാത്തു നിൽപ്പൂ. മൂകമീ വീതിയിൽ ഇരുളായൊഴുകുന്ന മൗനത്തിനുള്ളിലെ വാക്കുമാത്രം പറയാതെ ഒളിപ്പിച്ചു വെച്ചതെന്നാർക്കായി അറിയാതെ ഞാനുമെന്നേറെയായി. ഉമ്മരപ്പടികളിൽ കുങ്കുമം വീശുന്ന പൊൻവേയൽ കിരണങ്ങളെങ്ങു പോയി. ഇന്നൊരു വഴികളിൽ കുളിരായി പെയ്തരാ പെരുമഴക്കാലവും യാത്രയായി. എൻ്റെ യാത്രയിൽ ഞാനിന്ന് യാത്രയായി. എൻ്റെ യാത്രയിൽ ഞാനിന്ന് യാത്രയായി. 1000 കണ്ണുള്ള മാലാഖ വാനിലായി ഈ രാവിലാകെ തിളങ്ങി നിൽക്കേ. പോരുവാനാശയുണ്ടേറെ കിളിക്കൂട് മെയ്യുവാൻ നിൻ്റെ ആ നെഞ്ചകത്തിൽ. ഹായ്. അപ്പം ഞാൻ പാടിയ പാട്ട് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പം ഇന്നലെ വർക്ക് ഉണ്ടായിരുന്നു, ഇന്ന് വർക്ക് ഉണ്ടായിരുന്നില്ല. തിങ്കളാഴ്ചയൊക്കെ ചിലപ്പം തന്നെ പോകുള്ളൂ. പിന്നെ ഞാനിങ്ങനെ വർക്കിനൊന്നും പോകാതിരിക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ മുടക്കം വരികയാണ്. പെട്ടെന്ന് തന്നെ മാറാൻ എല്ലാവരും പ്രാർത്ഥിക്കണം. എന്നോടൊപ്പം എല്ലാവരും കൂടി പ്രാർത്ഥിക്കണം. ഇത്ര മാത്രമേ ഉള്ളൂ കേട്ടോ. ഇനി വേറെ ഒന്നും പറയാനില്ല. അപ്പം ഞാനിന്ന് റീൽസ് ചെയ്യാനായിട്ട് പോവുകയാണ്. അപ്പോൾ ശരി, ടാറ്റാ.